ഞാനിന്നിവിടെ ചിക്കൻ മോമോസാണ് തയ്യാറാക്കിയത്. അപ്പം നമുക്ക് നോക്കാം ചിക്കൻ മോമോസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. നമുക്കാദ്യം ഇതിൻ്റെ ഷീറ്റ് തയ്യാറാക്കാം. 2 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായി കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ഡോ ആക്കി മാറ്റണം ഇതിനെ. ഇപ്പോൾ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൂടി വെച്ച് അരമണിക്കൂർ മാറ്റി വെക്കണം. ഇത് നമുക്ക് അരമണിക്കൂർ മാറ്റി വെക്കാം. ഈ സമയം നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങിന് ഞാനിവിടെ 150 ഗ്രാം മിക്സ് ചെയ്തെടുത്ത ചിക്കനാണ്. ഇത് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്നെടുത്ത ചിക്കനാണ്. ഞാനിതിൻ്റെ കൂടെ 1/4 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞത്, 1 പച്ചമുളക് അരിഞ്ഞത്, ഇതെല്ലാം ചെറുതായി അരിഞ്ഞു വേണം ചേർക്കാൻ. 2 സവാള അരിഞ്ഞത്, 2 ടീസ്പൂൺ ജിഞ്ചർ ക്രഷ് ചെയ്തത്, 1/2 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ലെമൺ ഡ്രോപ്സ്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് പച്ചക്കറികളിലും ചെയ്യാവുന്നതാണ്. ചിക്കൻ കഴിക്കാത്തവർക്ക് പച്ചക്കറികളിലും ഇങ്ങനെ ചെയ്യാം. നമ്മൾ എന്ത് പച്ചക്കറി ചേർക്കുമ്പോഴും അത് ചെറുതായി അരിഞ്ഞ് വേണം ചേർക്കാൻ. ക്യാബേജ്, ബീൻസ് എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോൾ ചിക്കനും മസാലയും എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നിത് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നില്ലേ, ആ ഒരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം. വലിയ മോമോസ് വേണമെങ്കിൽ ഇതിൻ്റെ വലിപ്പം കൂട്ടിയാൽ മതി. ഇനി നമുക്കിതിൻ്റെ നടുവെ ഫില്ലിങ് വെച്ച് ഇതിങ്ങനെ ഞൊറിഞ്ഞെടുക്കണം. ഇങ്ങനെ ഞൊറിഞ്ഞെടുത്ത് ഒരു കിഴി പോലെ ആക്കണം. ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് എല്ലാ ഷീറ്റിലും ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള ഈ പാത്രത്തിൻ്റെ തട്ടിൽ ഒന്ന് ബട്ടർ തടവി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മതി. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കണം.
ഇപ്പോൾ സ്റ്റീമായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ചിക്കൻ മോമോസ് റെഡി. താങ്ക് യു.